കണ്ണൂർ പയ്യന്നൂരിൽ CPM-ൽ വീണ്ടും പുറത്താക്കൽ നടപടി. കാര വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി KV രാമചന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിച്ച C വൈശാഖിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിലാണ് നടപടി. വിജേഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. വിജേഷ്, പയ്യന്നൂർ CPM-ൽ വീണ്ടും നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇക്കുറി KV രാമചന്ദ്രനെതിരെയാണ് നടപടി. എന്താണ് പാർട്ടി പറയുന്നത്? ഇതിനകത്ത് കഴിഞ്ഞ കുറേ നാളുകളായി പയ്യന്നൂർ മേഖലയിൽ വ്യാപകമായ തോതിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ CPM-ൽ നടന്നു വരുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാരാ വാർഡിൽ നിന്ന് മത്സരിച്ച C വൈശാഖ് എന്ന് പറയുന്ന കാരാ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന വൈശാഖിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് ഇപ്പോൾ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള KV രാമചന്ദ്രനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനകത്ത് കാരാ വാർഡിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന വൈശാഖ് പത്രിക സമർപ്പിച്ചു. സ്വതന്ത്രനായിട്ടാണ് പത്രിക സമർപ്പിച്ചിരുന്നത്. ഇതിന് പിന്നാലെ വൈശാഖിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പക്ഷേ അവിടുത്തെ അടുത്ത ബ്രാഞ്ചായിട്ടുള്ള വെസ്റ്റ് ബ്രാഞ്ചിലുള്ള ബ്രാഞ്ച് സെക്രട്ടറി KV രാമചന്ദ്രനും അതുപോലെ തന്നെ പ്രാദേശിക പ്രവർത്തകരും ഈ വൈശാഖിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈശാഖ് ഒന്നാം സ്ഥാനത്തെത്തുകയും ഒപ്പം തന്നെ അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസ് എസിന്റെ P ജയൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരുന്നു. CPM-ന്റെ വളരെ ശക്തിയുള്ളൊരു മേഖലയാണ് ഈ കാര. ആ കാരയിൽ നേരിട്ട ഇത്തരത്തിലുള്ള വലിയൊരു തിരിച്ചടിയുടെ അതിനെക്കുറിച്ചുള്ള പഠനം കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച കമ്മിറ്റിയാണ് ഇപ്പോൾ KV രാമചന്ദ്രനെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. തുടർന്ന് പയ്യന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി ജനുവരി 15-ന് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തു. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള തലങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഏതായാലും ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കിയ പാർട്ടി അവിടെയുള്ള ബ്രാഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെ വൈശാഖിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അവർക്കെതിരെ ഈ ഘട്ടത്തിൽ നടപടിയെടുത്തിട്ടില്ല. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ബ്രാഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുത്തു കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള ഒരു ക്ഷീണമുണ്ടാക്കുമെന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കിയിരിക്കുന്നു. അംഗങ്ങളെയും അനുഭാവികളെയും തിരിച്ചു പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങൾ ഉണ്ടാകണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ജില്ലാ നേതൃത്വം ലോക്കൽ കമ്മിറ്റിക്കും അതുപോലെ തന്നെ പ്രാദേശിക നേതൃത്വത്തിനും നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ജിൽസി.